നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 13 സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി. LDFന്റെ മധ്യമേഖലാ ജാഥയിൽ ക്യാപ്റ്റനായി താൻ ഉണ്ടാകുമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. കേരള കോൺഗ്രസിനെ UDF ചവിട്ടി പുറത്താക്കിയതാണ്. സംരക്ഷിച്ചത് പിണറായി വിജയനാണെന്നും UDF പ്രവേശനം തുറക്കാത്ത അധ്യായമാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. 13 സീറ്റല്ല, അതിൽ കൂടുതൽ ഒന്നോ രണ്ടോ കൂടുതൽ ലഭിക്കണമെന്നുള്ളതാണ് ഇന്നിപ്പോ അതിന്റെ ചർച്ച വന്നു. പക്ഷെ നമുക്ക് ലഭിക്കണമെന്നുള്ളതറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ മേഖലാ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓരോ മേഖലയില് CPM, CPI, കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. നമ്മുടെ മധ്യ കേരളത്തില് കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDFിൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കണം. കേരള കോൺഗ്രസ് LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടിയിൽ ഒരു ആശയക്കുഴപ്പവുമില്ല, മുന്നണി മാറ്റത്തിൽ ആരുടെയും സമ്മർദ്ദവുമില്ല. ജോസ് കെ മാണി പറഞ്ഞതാണ് പാർട്ടിയുടെ നിലപാടെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മുമായി UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KM മാണി സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സർക്കാർ സ്ഥലം അനുവദിച്ചതിൽ സന്തോഷമുണ്ട്. അതിൽ നിമിത്തമായതിൽ അഭിമാനമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് UDFന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവര് ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. AN ബാലഗോപാലിന് മറുപടിയുമായി മുൻ MLA ആയിഷ പോറ്റി. സഹോദരി എന്ന പരിഗണന പാർട്ടിയിൽ നിന്നപ്പോൾ കിട്ടിയില്ല. തന്റെ പല പദ്ധതികളും സ്വന്തം പദ്ധതിയാക്കി. പല പൊതുപരിപാടികളിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നും ആയിഷ പോറ്റി പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരി പാർട്ടി വിട്ടതിൽ വിഷമമെന്ന AN ബാലഗോപാലിന്റെ പരാമർശത്തിലായിരുന്നു ആയിഷ പോറ്റിയുടെ പ്രതികരണം. കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം ആദ്യമായി കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. മൂത്ത സഹോദരി പോയെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങിയ അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം 5 കോടിയുടെ ഞാൻ MLA ആയിരുന്നപ്പോ വെച്ച നിരവധി ഫണ്ടുകള് അതിന്റെ ഒരു തറക്കല്ലിടലിന് ഈ ആയിഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. അറിയാൻ വയ്യാത്തവരല്ലല്ലോ ആരും. എനിക്ക് കുറ്റം പറയാൻ ഇഷ്ടമില്ല, കാരണം ഒരുപാട് പേരുടെ ത്യാഗത്തോടെയുള്ള സഹായം എനിക്കുള്ളതാ. പാർട്ടി സഖാക്കളുടെ, പ്രവർത്തകരുടെ. വയനാട്ടിലെ മുതിർന്ന CPIM നേതാവും കർഷക സംഘം പ്രസിഡന്റുമായിരുന്ന AV ജയൻ പാർട്ടി വിട്ടു. CPIMൽ ഒട്ടും തുടർന്നു പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നതിനാലാണ് തീരുമാനമെന്നാണ് ജയൻ പറഞ്ഞത്. 35 കൊല്ലം പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചയാളാണ്. എന്നിട്ടും പാർട്ടിയിൽ താൻ വേട്ടയാടപ്പെടുകയാണ്. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്റെ പിന്നാലെയാണ്. തന്നെ വേട്ടയാടാൻ ചിലർ കോൺഗ്രസ് നേതാക്കൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും ജയൻ വിമർശിച്ചു. പാർട്ടിക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നടപ്പാക്കുന്നതും ഭീഷണിയുടെ സ്വരത്തിലാണ്. സംഘടനാ സംവിധാനത്തിനകത്ത് നടക്കുന്ന ആസൂത്രിതമായ അട്ടിമറികൾ CPIMന് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ സംഘടനയിലെ വിഭാഗീയതയിൽ ജയൻ അടക്കം 4 പേരെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിൽ തരം താഴ്ത്തിയിരുന്നു. ിരിക്കുന്നത് എന്നോട് ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് നിന്ന ഒരാളാണ്. എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ ഒട്ടേറെ വ്യക്തിപരമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കടുത്ത അവഗണനയുണ്ട്. അത് ഇനി ആ അവഗണന അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാനതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുക. നമ്മളെ അവഗണിക്കുന്നിടത്ത് നമ്മൾ പോയി ഒരു സാന്നിധ്യമായി നിന്നിട്ട് പിടിച്ചു കയറാൻ നോക്കുന്ന കാര്യമില്ലല്ലോ. പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നമ്മൾ ശക്തമായിട്ട് തുടരും.
2-3 വ്യക്തികളുടെ വ്യക്തിപരമായ വൈരാഗ്യമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിന്നു കൊടുക്കാൻ നമുക്ക് തയ്യാറില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയും. പക്ഷേ രാഷ്ട്രീയ വനവാസമൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതായത് പിന്നീടുള്ള സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. കണ്ണൂർ കോൺഗ്രസിൽ രാജി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT സനൽകുമാർ രാജിവെച്ചു. പാർട്ടിയിലെ വിഭാഗീയതയിലും തനിക്കെതിരായ വ്യാജ ആരോപണങ്ങളിലും മനം നൊന്താണ് രാജിയെന്നും സനൽകുമാർ പറഞ്ഞു. ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചില നേതാക്കൾ ഇപ്പോഴേ കളി തുടങ്ങിയെന്നും സനൽകുമാർ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കും. മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് BG ഹരിനാഥനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിൽ അതിജീവിത പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിലാണ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത്. മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് BG ഹരിനാഥിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറക്കും. പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിൽ അതിജീവിത പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. മലപ്പുറം തൊടിയപുലത്ത് 14-കാരിയെ കൊലപ്പെടുത്തിയത് ക്രൂര പീഡനത്തിനു ശേഷം. കുട്ടിയെ പീഡിപ്പിച്ചെന്ന് കസ്റ്റഡിയിലെടുത്ത 16-കാരൻ മൊഴി നൽകി. ആളൊഴിഞ്ഞ സ്ഥലമെന്ന് മനസ്സിലാക്കിയാണ് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയതെന്നും കൈയും കാലും കൂട്ടിക്കെട്ടി പീഡിപ്പിച്ചെന്നും 16-കാരന്റെ മൊഴി. കരുവാരക്കുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത 16-കാരൻ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. അതേസമയം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകുമെന്ന് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. വിജനമായ ഇടത്തേക്ക് ഒരാളുടെയും സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കുളത്തിലെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയുക. ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ മറ്റു 2 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് കോടതിയെ അറിയിച്ച പ്രോസിക്യൂഷൻ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രജിത പുളിക്കൽ അറസ്റ്റിൽ. പത്തനംതിട്ട സൈബർ പോലീസ് കോട്ടയത്തെത്തിയാണ് രജിതയെ കസ്റ്റഡിയിലെടുത്തത്. അതിജീവതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിനാണ് കേസ്. കേസെടുത്തതിന് പിന്നാലെ രജിത പുളിക്കൽ ഒളിവിലായിരുന്നു. കോട്ടയത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി 2 കേസുകളാണ് പോലീസ് രജിതയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
തലയും വാലുമില്ലാതെ ചാറ്റുകൾ പുറത്തുവിട്ട ഫെനി നൈനാൻ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി. മാങ്കൂട്ടത്തിനെ കാണാൻ ശ്രമിച്ചത് പുറത്തുവന്ന പരാതികളിൽ വ്യക്തത തേടാൻ വേണ്ടിയാണെന്നും യുവതി പറഞ്ഞു. ഓഫീസിൽ കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞത് താനാണെന്നും അത് ശാരീരിക ബന്ധത്തിന് വേണ്ടിയല്ലെന്നും വിശദമായി സംസാരിക്കാനാണെന്നും യുവതി പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പ്രകാരമാണ് ഫെനിയെ ബന്ധപ്പെട്ടതെന്നും യുവതി പറഞ്ഞു. അങ്ങനെ തന്നെ കാണെങ്കിൽ ഇത് ഫെനിയായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഫെനിയുടെ ആവശ്യമില്ല, നീ ഒരു സമയം പറയുകയാണെങ്കിൽ ഞാൻ കാണാൻ വരാം, ഒരു ഡേറ്റും സമയം വരുവാണെങ്കിൽ. പക്ഷെ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടണം, എനിക്കറിയണം എന്നെപ്പോലെ ഇനിയും സ്ത്രീകളുണ്ടോ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്കറിയണം. എന്നെ എന്തിനാണ് ഇത്രയും നാൾ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊല്ലാക്കല ചെയ്തതെന്ന് എനിക്കറിയണം. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യും. നടന്ന കാര്യങ്ങൾ ഏറ്റവും ഞാൻ എല്ലാവരോടും ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള ഭീഷണികളാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. ഫെനി എൻ്റെ അടുത്ത് പറഞ്ഞു, രാഹുലേട്ടൻ പറഞ്ഞു ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസ് പറ്റില്ല, അത് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർക്ക് ആക്സസ് ഉള്ള സ്ഥലമാണ്, മീഡിയ ഉണ്ട്, പിന്നെ വേറെ പാർട്ടീസിന് അവിടെ അന്നേരം എന്ത് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു രാഹുലിന്റെ ഓഫീസിൽ. അപ്പോൾ വേറെ പാർട്ടിക്കാർക്ക് ആക്സസ് ഉണ്ട്, പബ്ലിക്കിന് ആക്സസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഐ നീഡ് ടൈം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇയാളായിട്ട് സംസാരിക്കണം. രാഹുൽ ഒരു രീതി ഉണ്ട്, രാഹുൽ എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആളെ ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്, എന്റെ കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ചാറ്റുകൾ പുറത്തുവിട്ടെന്ന പരാതിയിൽ ഫെനി നൈനാനെതിരെ എടുത്ത കേസിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫെനി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഫെനിയുടെ അഭിഭാഷകൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഹാജരാക്കി. ഈ പോസ്റ്റ് വെച്ചാണോ കേസെടുത്തതെന്ന് കോടതി പ്രാഥമിക വാദത്തിനിടെ ആരാഞ്ഞു. അതിജീവിത രാഹുലിനെ ഒറ്റയ്ക്ക് കാണണമെന്നാവശ്യപ്പെടുന്ന ചാറ്റുകളാണ് ഫെനി പുറത്തുവിട്ടത്. ഫെനി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും ചാറ്റ് മനഃപൂർവ്വം പുറത്തുവിട്ടതാണെന്നും ഇത് സൈബർ ആക്രമണത്തിന് വഴിവെച്ചെന്നും ചൂണ്ടിക്കാട്ടി അതിജീവിതം നൽകിയ പരാതിയിലാണ് പോലീസ് ഫെനിക്കെതിരെ കേസെടുത്തത്. വാർത്തകൾ തുടരുന്നു. ശബരിമലയിലെ വാജി വാഹന കൈമാറ്റത്തിൽ തന്ത്രിക്കും ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതിക്കും കുരുക്കായി ദേവസ്വം ബോർഡ് ഉത്തരവ്. ക്ഷേത്രങ്ങളിലെ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടായാലോ പുതിയത് മാറ്റി സ്ഥാപിക്കുമ്പോഴോ ആ വസ്തുക്കൾ ദേവസ്വം സ്വത്തായി സൂക്ഷിക്കണമെന്നും 2012 ദേവസ്വം കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോൾ കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന UDF ഭരണസമിതിയാണ് വാജി വാഹനം കൊടുത്തുവിട്ടത്. താന്ത്രിക വിധി പ്രകാരം തന്ത്രിക്ക് അവകാശപ്പെട്ടതിനാലാണ് വാജി വാഹനം കൈമാറിയതെന്നായിരുന്നു ഭരണസമിതിയുടെ വിശദീകരണം. തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വാജി വാഹനം SIT കണ്ടെത്തിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെ ഒരു ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതി കുമാറിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു വിജയകുമാർ.
ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചു. VSSCയിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട്. ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയുടെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികളിൽ നിന്നായി 15 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പാളികൾ വീണ്ടും മാറ്റിയോ എന്നതിൽ ഉൾപ്പെടെ നിർണായകമാണ് പരിശോധനാ റിപ്പോർട്ട്. 1998 UV ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ അതേ പാളികൾ തന്നെയാണോ നിലവിലുള്ളതെന്ന് കണ്ടെത്താനാണ് പരിശോധന നടത്തിയത്. ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത നെയ്യ് വിൽപ്പന ക്രമക്കേട് കേസിൽ ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തി വിജിലൻസ്. സന്നിധാനത്തെ ഓഫീസിലും നെയ്യ് വിൽപ്പന കൗണ്ടറിലുമാണ് പരിശോധന നടത്തിയത്. ക്രമക്കേടിൽ ഇന്നലെ വിജിലൻസ് കേസ് എടുത്തിരുന്നു. നെയ്യ് വിൽപ്പനയിൽ 36.24 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. വിൽപ്പന നടത്തിയ 13,679 പാക്കറ്റ് നെയ്യിന്റെ പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. 100 മില്ലിലിറ്റർ നെയ്യ് വീതമുള്ള ഒരു പാക്കിന് 100 രൂപ നിരക്കിൽ കണക്കാക്കുമ്പോൾ ഏകദേശം 13,67,900 രൂപയുടെ കുറവാണ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുറികളിൽ വെച്ച് അനധികൃതമായി നെയ്യ് വിൽക്കുന്നത് കോടതി തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ദേവസ്വം കൗണ്ടറുകൾ വഴി മാത്രം വിൽപ്പന നടത്താൻ തീരുമാനിച്ചത്. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് നെയ്യ് വിൽപ്പനയുടെ ചുമതലയുള്ള സുനിൽ പോറ്റിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. എക്സൈസ് മന്ത്രിക്ക് ഉദ്യോഗസ്ഥർ എസ്കോർട്ട് പോകണമെന്ന എക്സൈസ് കമ്മീഷണറുടെ വിചിത്രവാദത്തിനെതിരെ ഉദ്യോഗസ്ഥ സംഘടന. അജിത് കുമാർ നയപരമല്ലാത്ത നടപടികൾ എടുക്കുന്നു എന്ന് ഉദ്യോഗസ്ഥ സംഘടന ആരോപിച്ചു. സംഭവത്തിൽ എക്സൈസ് മന്ത്രിക്ക് പരാതി നൽകുമെന്ന് സംഘടന പറഞ്ഞു. അതേസമയം നിർദ്ദേശത്തെ മന്ത്രി MP രാജേഷും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും എതിർത്തിരുന്നു. മന്ത്രിക്ക് എസ്കോർട്ട് വരണമെന്നത് വിചിത്രമായ നിർദ്ദേശമെന്നാണ് മന്ത്രി പ്രതികരിച്ചത്. എക്സൈസ് കമ്മീഷണർ ഉത്തരവ് ഇറക്കിയിട്ടില്ലെന്നും MP രാജേഷ് പ്രതികരിച്ചിരുന്നു. മന്ത്രിമാരുടെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് സർക്കാരാണെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു. RSP സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോണിനെതിരെ കേസ്. ഷിബു ബേബി ജോണിന്റെയും കുടുംബത്തിന്റെയും പേരുള്ള ഭൂമിയിൽ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി K. അലക്സ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിന്റെ നടപടി. തിരുവനന്തപുരം ചാക്ക കഴക്കൂട്ടം ബൈപ്പാസിൽ ഷിബു ബേബി ജോണിന്റെയും കുടുംബത്തിന്റെയും പേരിൽ 40 സെന്റ് ഭൂമിയുണ്ട്. സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷിബുവും കുടുംബവും ആൻഡ ബിൽഡേഴ്സ് എന്ന കമ്പനിയുമായി ധാരണയിലെത്തിയിരുന്നു. ഫ്ളാറ്റുകൾ നിർമ്മിച്ച് വിറ്റ ശേഷം ലാഭവിഹിതം പങ്കിട്ടെടുക്കുക എന്നതായിരുന്നു കരാർ. ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആൻഡ ബിൽഡേഴ്സ് 2020 2 തവണയായി അലക്സിന് 15 ലക്ഷം രൂപ കൈമാറി. ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നു. ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് വിവരം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ അവാർഡ്. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരം ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. ശ്രീകുമാരൻ തമ്പി ചെയർപേഴ്സണും നടി ഉർവശി, സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C. അജോയ് മെമ്പർ സെക്രട്ടറിമാരായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി ലഭിക്കുന്ന 32ാമത്തെ ചലച്ചിത്ര പ്രതിഭയാണ് ശാരദ.
മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരമാണിപ്പോൾ നടി ശാരദയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയനാണ് അവാർഡ് വിവരം ഇത്തരത്തിൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ അവാർഡ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ശാരദയ്ക്ക് ഈ സമ്മാനിക്കുക. ശ്രീകുമാരൻ തമ്പി ചെയർപേഴ്സണും നടി ഉർവശി, സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് മെമ്പർ സെക്രട്ടറിയുമായ ഒരു സമിതിയാണ് പുരസ്കാര ജേതാവിനെ ഇത്തരത്തിൽ തിരഞ്ഞെടുത്തത്. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി ലഭിക്കുന്ന 32ാമത്തെ ചലച്ചിത്ര പ്രതിഭയാണ് ശാരദ. വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 24 വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. തുറമുഖത്തു നിന്നും ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെ ഉദ്ഘാടനവും നടക്കും. ഏകദേശം 10,000 കോടി രൂപ നിക്ഷേപമുള്ള വികസന പദ്ധതി പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ വാർഷിക ശേഷി 15 ലക്ഷം TUവിൽ നിന്നും 50 ലക്ഷം TUV ആയി ഉയരും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 24-നാണ് ഉണ്ടാകുക. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. തുറമുഖത്ത് നിന്നും ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനമൊക്കെ ഇതിനോടൊപ്പം തന്നെ നടക്കും. ഏകദേശം 10,000 കോടി രൂപ നിക്ഷേപമുള്ള വികസന പദ്ധതി പൂർത്തിയാകുന്ന സമയത്ത് തുറമുഖത്തിന്റെ വാർഷിക ശേഷി 15 ലക്ഷം TUവിൽ നിന്നും 50 ലക്ഷം TUV ആയും ഉയരും. എന്തായാലും ജനുവരി 24-നാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2ാം വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് നെടുമങ്ങാട് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. നെടുമങ്ങാട് സുരേഷ് കുമാർ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്യസംസ്ഥാനങ്ങളിലും കേരള വിഷൻ സിഗ്നൽ എത്തിക്കുവാൻ കഴിയുന്ന രീതിയിൽ സംഘടന വളർന്നുവെന്ന് ബിനു ശിവദാസ് പറഞ്ഞു. കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേരള വിഷൻ വ്യാപിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വളർച്ചയാണ്. നമ്മുടെ വളർച്ച, എന്റെ കമ്പനി എന്ന് പറയുന്ന വളർച്ച. ഞാനിതുപോലെ കേബിൾ TV ഓപ്പറേറ്റർ ഒരു ഗ്രാമപ്രദേശത്തിൽ എവിടെയോ തുടങ്ങിയ ഒരു വ്യവസായം 1 ലക്ഷമോ 2 ലക്ഷമോ വരെയൊക്കെ പരമാവധി അന്ന് മുതൽ മുടക്കി തുടങ്ങിയ ഒരു വ്യവസായം ഇന്ന് 1000 കോടിയുടെ ടേൺ ഓവർ നേടി നിൽക്കുന്ന ഒരു മഹത്തായ കമ്പനിയുടെ ഉടമകളായി വരെ ഞാൻ മാറി എന്ന് പറയുന്ന മഹത്തരമായ നിരവധി വളർച്ചകൾ നമുക്ക് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം എഴുതി ചേർക്കാനുണ്ട് എന്നുള്ളതാണ്. COA മേഖലാ പ്രസിഡന്റ് K സനൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം KS ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി R അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി S സുരേഷ് ബാബു മേഖലാ റിപ്പോർട്ടും ട്രഷറർ G ഷാജി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഓഡിറ്റർ B ബിനുകുമാർ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി T ജയകുമാർ ജില്ലാ റിപ്പോർട്ടും
സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KB ബിജുകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ മേഖലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. മേഖലാ പ്രസിഡന്റായി S. സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റായി VI രാജേഷ്, സെക്രട്ടറിയായി G. ഷാജി, ജോയിന്റ് സെക്രട്ടറിയായി B. സജു, ട്രഷററായി KS. ഹരികുമാർ എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 16ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന അഞ്ചൽ മേഖലാ സമ്മേളനം ചടയമംഗലത്ത് നടന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് D. രാജു പതാക ഉയർത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. COA കൊല്ലം ജില്ലാ സെക്രട്ടറി E. നൌഷാദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ നിരീക്ഷകനുമായ സാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ്, മുരളീകൃഷ്ണൻ, കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് വൈദ്യൻ, കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ലുലു K, കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ T എന്നിവർ ആശംസകൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് സൗത്ത് മേഖലാ സമ്മേളനം നടന്നു. മങ്കൊമ്പ് തെക്കേക്കരയിൽ നടന്ന സമ്മേളനം COA സംസ്ഥാന സെക്രട്ടറി CBPS ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. COA കുട്ടനാട് സൗത്ത് മേഖലാ പ്രസിഡന്റ് MO ലതീഷ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. KCV കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനം COA സംസ്ഥാന സെക്രട്ടറി CBPS ഉദ്ഘാടനം ചെയ്തു. എവിടെ ചെന്നാലും കേരള വിഷൻ എന്നൊരു ഓപ്പറേറ്റർ മാത്രമായി കേരളത്തിലെ മുഴുവൻ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെയും ഒറ്റക്കുട കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഘടനയായി ഈ സംഘടന മാറി. കേരള വിഷൻ ഓപ്പറേറ്ററാണ് കേരളത്തിൽ മുഴുവനുള്ളതെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ സമ്മേളന കാലഘട്ടങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കേബിൾ TV മാത്രമല്ല നമ്മൾ നടത്തുന്നത്, ബ്രോഡ്ബാൻഡ് ഉണ്ട്. കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ്, എവിടെ ചെന്നാലും കേരള വിഷൻ എന്നൊരു നാമം മാത്രമായി നമ്മൾ മാറണം. COA മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ശരത് ചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കുട്ടനാട് സൗത്ത് മേഖലാ പ്രസിഡന്റ് MO ലതീഷ് കുമാർ അധ്യക്ഷനായി. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ജോമോൻ ആന്റണി സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി PK ഷാജു മേഖലാ റിപ്പോർട്ടും ട്രഷറർ KV സേവ്യർ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ കമ്മിറ്റി അംഗം M ഗണേഷ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി S ഷിബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ, സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ ഇൻചാർജുമായ പ്രദീപ് കുമാർ ചാരുമോട്, സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് കോയിത്തള, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോജി ജോസഫ്, PM ഷാഹുദ്ദീൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മേഖലാ ഇൻചാർജുമായ അൻഷാദ് മാന്നാർ, KCCL ഡയറക്ടർ CBPS, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അജിത് പിഷാരത്ത്, സുരേഷ് കുമാർ, ജിജിമോൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് MO ലതീഷ് കുമാർ, സെക്രട്ടറി PK ഷാജു, ട്രഷറർ KV സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 11 അംഗ മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും 21 ജില്ലാ സമ്മേളന പ്രതിനിധികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ജനപ്രതിനിധികളും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായ അജിത് കുമാർ പിഷാരത്ത്, രാജേഷ് സോമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാന്നാർ മേഖലയിലെ ഓപ്പറേറ്ററായിരുന്ന അന്തരിച്ച ഷാജിയുടെ കുടുംബത്തിന് സഹായകമായി സംസ്ഥാന കമ്മിറ്റിയുടെ വെൽഫെയർ ഫണ്ടിൽ നിന്നുള്ള 5 ലക്ഷം രൂപയുടെ ചെക്ക് മാന്നാർ മേഖലാ സെക്രട്ടറി അൻഷാദ് മാന്നാറിന് സംസ്ഥാന സെക്രട്ടറി CBPS കൈമാറി. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പാറാൾ JS കോംപ്ലക്സിൽ നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ V ഷിജിത്ത് അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൌൺസിലറും മാധ്യമപ്രവർത്തകനുമായ N ധനഞ്ജയൻ, COA ജില്ലാ സെക്രട്ടറി MR രജീഷ്,
വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂത്തുപറമ്പ് യൂണിറ്റ് ട്രഷറർ AT അബ്ദുൾ അസീസ്, വ്യാപാരി വ്യവസായ സമിതി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി NK പ്രദീപൻ, COA ജില്ലാ വൈസ് പ്രസിഡന്റ് C സുരേന്ദ്രൻ, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ, KCCL ഡയറക്ടർ KK പ്രദീപൻ, KTS MD വിനയകുമാർ, PDIC MD വിനീഷ് കുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ PK ദേവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്താരംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് കലാ കായിക പരിപാടികളൊക്കെ തന്നെ ഇന്ന് ദർശിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഏത് സമയത്ത് പറഞ്ഞാലും അതിൻ്റെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ ആളുകളൊക്കെ തന്നെ വന്ന് അതിൻ്റെ അതിൻ്റെ പ്രവർത്തകരും ടെക്നീഷ്യൻസും ഒക്കെ തന്നെ വന്ന് അത് ശരിയാക്കുന്ന രൂപത്തിലേക്കുമായിരിക്കാം. അപ്പോൾ ഇതിലൂടെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലിയുമുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് TV ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് മാത്രമല്ല, ആ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരികളും ഒക്കെ തന്നെയാണ്. അവർക്കൊപ്പം തന്നെ ജോലി ലഭിക്കുന്ന രൂപത്തിലേക്കൂടെയാണ്. അങ്ങനെ വ്യവസായ സംരംഭത്തിലേക്ക് കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ളവരായിട്ട് ഇന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് മാറിയിരിക്കാൻ. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടർന്നു. പ്രളയക്കെടുതിയിൽ നിന്നും വയനാടിനെ കൈപിടിച്ചുയർത്താൻ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാതാക്കളായ ഓർക്ല ഇന്ത്യ ഈസ്റ്റേണും CII ഫൗണ്ടേഷനും കൈകോർക്കുന്നു. ഓർക്ല ഇന്ത്യയുടെ CSR പദ്ധതിയായ വൺ വിത്ത് വയനാട് സംരംഭത്തിലൂടെ അംഗനവാടികൾ ശിശു സൗഹൃദവും ആധുനികവുമായ സൗകര്യങ്ങളോടെ നവീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. നവീകരിച്ച അംഗനവാടികൾ T സിദ്ദിഖ് MLA നാടിന് സമർപ്പിച്ചു. വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ സജീവ പങ്കാളിയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓർക്ല ഇന്ത്യ ഈസ്റ്റേൺ ഈ ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്നത്. ശിശു സൗഹൃദ ശുചിമുറികൾ, ആധുനിക അടുക്കളകൾ, ടൈൽ പാകിയ തറ, ചുവരുകളിലെ അറിവ് പകരുന്ന ചിത്രങ്ങൾ എന്നിവയോടെ 15 അംഗനവാടികളാണ് ആദ്യഘട്ടത്തിൽ സ്മാർട്ടാകുന്നത്. ഇതിൽ 6 പണി പൂർത്തിയായി കഴിഞ്ഞു. കൽപ്പറ്റ നഗരസഭ, മുട്ടിൽ, പടിഞ്ഞാറത്തറ, മേപ്പാടി, പൂത്താടി, വേങ്ങപ്പള്ളി, തരിയോട്, മുപ്പൈനാട് പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നവീകരിച്ച അംഗനവാടികൾ T സിദ്ദിഖ് MLA നാടിന് സമർപ്പിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ ഗ്ലോബൽ തലത്തിലുള്ള അഭിമാനകരമായിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ്. ചപ്പൽ ഇൻഡസ്ട്രീസിന്റെയും അതുപോലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്പൈസസ് അനുബന്ധ മേഖലകളുള്ളതായ അവശ്യ സാധനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പോർട്ടിംഗ് ഒക്കെ നടത്തുന്നതായിട്ടുള്ള അതിപ്രധാന സ്ഥാപനം. അവരുടെയൊക്കെ പിന്തുണ നമുക്ക് ചെറിയ തലത്തിലല്ല, ഈ ജില്ലയുടെ കൺവെർഷൻ, ആസ്പിറേഷണൽ റാങ്കിംഗ് എന്ന ആസ്പിറേഷൻ ബ്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ നടക്കും. ആ റാങ്കിൽ നിന്ന് മാറിക്കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രയത്നം. അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇന്നിവിടെ 6 അംഗനവാടികൾ നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോവുക. നാളത്തെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ പ്രീ സ്കൂൾ തലത്തിലുള്ള ഇടപെടലുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഓർക്ല ഇന്ത്യക്ക് അഭിമാനമുണ്ടെന്നും ഈസ്റ്റേൺ CEO ഗിരീഷ് നായർ പറഞ്ഞു. വയനാട് ഡിസ്ട്രിക്ട് ഫ്ലഡ്സിലും ലാൻഡ് സ്ലൈഡും ആയിട്ട് കുറേ അഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചത് എന്തെങ്കിലും ഈ ഡിസ്ട്രിക്റ്റിന് ചെയ്യണം പറഞ്ഞിട്ട് ഞങ്ങൾ 15 അംഗൻവാടി എടുത്തിട്ട് റെനോവേറ്റ് ചെയ്യാനുള്ള പ്ലാന് ഉണ്ടാക്കി. അതിൽ കുറേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റാണ് ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്.
വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ജില്ലയിലെ 876 അംഗനവാടി പ്രവർത്തകർക്ക് വിദഗ്ധ പരിശീലനവും ഓർക്കിളയുടെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. ചടങ്ങിൽ CII കേരള ചെയർമാൻ BKC റസാഖ്, ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ഗീത MG, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ മാഷ്, CPDO ഷൈജ, KP സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, വയനാട്. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ 2ാമത് പതിപ്പ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൊച്ചി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക തലത്തിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായങ്ങളെ സഹായിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇതിനായി നാനോ ഗാർഹിക വ്യവസായങ്ങളെ വ്യവസായ താരിഫിൽ നിന്നും മാറ്റി ഗാർഹിക താരിഫിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി. 500ഓളം സ്റ്റോളുകളിലായി 50,000-ഓളം ഉൽപ്പന്നങ്ങൾ എക്സ്പോയിൽ പരിചയപ്പെടുത്തും. ആധുനിക ഓട്ടോമാറ്റിക് മെഷീനറി, എഞ്ചിനീയറിംഗ്, ഫുഡ്, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ എക്സ്പോയിൽ പ്രദർശിപ്പിക്കും. മുന്നോടിയായി നടക്കുന്ന അഞ്ചൽ മേഖലാ സമ്മേളനം ചടയമംഗലത്ത് നടന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് D രാജു പതാക ഉയർത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. COA കൊല്ലം ജില്ലാ സെക്രട്ടറി E നൌഷാദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ നിരീക്ഷകനുമായ സാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ്, മുരളീകൃഷ്ണൻ, കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് വൈദ്യൻ, കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ലുലു K, കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ T എന്നിവർ ആശംസകൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. കുംഭമേള നടത്തുന്നതിന് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണെന്ന് സ്വാമി ആനന്ദവനം. അനുമതി ലഭിക്കുന്നതിനായി പലതവണ അപേക്ഷ നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഔദ്യോഗിക ഉത്തരവ് നൽകാൻ തയ്യാറായില്ല. 2 മാസം മുൻപ് തന്നെ മലപ്പുറം കളക്ടർക്ക് കത്ത് നൽകിയിരുന്നുവെന്നും ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന താൽക്കാലിക തടിപ്പാലത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണെന്നും സ്വാമി ആനന്ദവനം പറഞ്ഞു. അതേസമയം ഔദ്യോഗിക അനുമതി ലഭിച്ചില്ലെങ്കിലും യാഗങ്ങൾ നടക്കുമെന്നും പരിപാടിയിൽ 5000 മുതൽ 50,000 വരെ ആളുകൾ പങ്കെടുക്കുമെന്നുമാണ് സംഘാടകരുടെ നിലപാട്. മാഘസ്നാനം ഏതൊരു ഹിന്ദുവിൻ്റെയും ഭരണഘടനാപരമായിട്ടുള്ള മതപരമായിട്ടുള്ള അവകാശമാണ്. ഈ യജ്ഞശാലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു താൽക്കാലികമായിട്ടുള്ളൊരു തടിപ്പാലം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സുരക്ഷയൊക്കെ മുൻനിർത്തി എന്നുള്ളതുപോലെ കുറേ നിർദ്ദേശങ്ങൾ, കുറച്ച് ആവശ്യങ്ങൾ കളക്ടർ ഉന്നയിച്ച് അതിനല്ലാതെ സ്റ്റോപ്പ് മെമ്മോ റദ്ദാക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു അനുമതി രേഖാമൂലം നൽകുകയോ ചെയ്തിട്ടില്ല. അപ്പം മാഘം പൂർവാചാര്യന്മാര് നിശ്ചയിച്ച പോലെ അതേ ക്രമത്തിൽ തന്നെ നടത്തും. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മാനന്തവാടി പീച്ചിങ്ങോട് 12 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിക്കേരിക്കുന്ന് ഫാത്തിമയാണ് മരിച്ചത്. 12 വയസ്സ് മാത്രമേ കുട്ടിക്ക് പ്രായമുള്ളൂ. മാനന്തവാടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നെല്ലിക്കേരിക്കുന്ന് ഫാത്തിമയാണ് മരിച്ചിരിക്കുന്നത്. ദ്വാരക UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വീട്ടിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ മാനന്തവാടി പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്നാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. 12 വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നെല്ലേരിക്കുന്ന് ഫാത്തിമയാണ് മരിച്ചത്. ദ്വാരക UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വീട്ടിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും മാനന്തവാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.